ഡോക്ടർ ആരിഫ് ഹുസൈൻ, എന്തായാലും അവിഹിതമായ ചില ഇടപെടലുകൾ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ചില കടന്ന് കയറ്റം, അങ്ങനെ മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. അല്ലാതെ ബംഗ്ലാദേശിന് വിമോചനം നേടിക്കൊടുത്തതിൽ ഭാരതത്തിന് പങ്കൊന്നും ഇല്ല, അതിൽ അഭിമാനിക്കേണ്ടതില്ല, ഈ സൈനികർ ജീവത്യാഗം ചെയ്തതിൽ കാര്യമൊന്നുമില്ല എന്നിപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഉപദേശകം പറഞ്ഞതുപോലെ തന്നെയാണ് ഒ അബ്ദുള്ളയും പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കാര്യം കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്നറിയില്ല. അതാണ് സത്യാവസ്ഥ. കാരണം എന്താണോ മൗദൂദി പറഞ്ഞത്, ആ പറഞ്ഞ സംഗതികളെ അതേപോലെ തന്നെയാണ്. ആ ശരി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കരയാം, ആദ്യം ഞാൻ കരയട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, അതായത് എന്താണോ മൗദൂദി പറഞ്ഞത് അത് അതേപോലെ ഇവിടെ പറയട്ടെന്നേ. നിസ്മുൽ ഈമാൻ, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളൂ. ഓക്കെ, യെസ്, അറബിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് സമാധാനായിട്ടിരിക്കൂ, ഒന്ന് സമാധാനായിട്ടിരിക്കൂ. ഓക്കെ, അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത് കഴുതുകളുടെ ശബ്ദമാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത്, അതെന്നെ കൊണ്ട് വായിപ്പിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞില്ല, ഖുറാനിൽ എഴുതിയ കാര്യം ഞാൻ പറയാൻ സമ്മതിക്കുന്നേ. ശരി, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ വെകളി കൊണ്ടാലോ, ഒരു വാക്ക് ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞപ്പോ ആരും ഇടപെട്ടില്ലല്ലോ, പ്ലീസ്. ഓക്കെ, അപ്പൊ മൗദൂദി പറഞ്ഞ കാര്യങ്ങളിലൂടെ പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തോ നല്ല കാര്യം പറഞ്ഞു എന്ന രീതിയിലേക്ക് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ വെള്ള പൂശുന്ന ആരെയാണ്, ഇതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. സത്യത്തിൽ ഒന്നാമത്തെ കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഈ നന്ദികേടോ എന്ന് പറയുന്നൊരു ടൈറ്റിലിൽ ഇട്ടിട്ട് ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് ഒരു സൈക്കോളജിക്കൽ ട്രൈറ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കുക എന്ന് പറയുന്നതും പറയിപ്പിക്കുന്നതും ആ ഒരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ശരിയായ രീതിയല്ല, ഒരു നാർസിസ്റ്റിക് ട്രൈറ്റ് ആണത്. അതിനോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അത് ആര് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ പറയും കിറ്റ് കിട്ടിയവർ മിണ്ടരുത് എന്ന് പറയുന്ന നിലയിൽ നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ അവരോട് നമ്മൾ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അപ്പം നമ്മളൊരു സഹായം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഹൂറി കിട്ടുന്നോ, അല്ലെങ്കിൽ കിറ്റ് കിട്ടിയില്ല മിണ്ടരുതെന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സാധനം തന്നു അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യരുത് പറയരുത്, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ നന്ദി കാണിച്ചു കൊള്ളണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ അതിർത്തി രാജ്യങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അതിൻ്റെ ഭാഗങ്ങളായിട്ട് നിന്നിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും സഹായങ്ങൾ എത്തിക്കുന്നു. അതിപ്പോൾ പാകിസ്ഥാനിലേക്കും നമ്മൾ എത്തിച്ചിട്ടുള്ള ഭൂകമ്പം ഉണ്ടാകുമ്പോഴായാലും മറ്റു പല പ്രകൃതി ക്ഷോഭം, അതിൻ്റെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴായാലും അവിടെ മതം നോക്കാതെ രാജ്യങ്ങൾ തമ്മിലുള്ള അക്രമങ്ങൾ വരെ നിലനിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ അവിടെ ഇറങ്ങി ചെന്നുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. വാക്സിൻ എത്തിക്കുന്നതിനായാലും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ യുദ്ധം കൊണ്ട് പൊറുതിമുട്ടുകയും അതേപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ചും അവരെ തെരഞ്ഞു പിടിച്ച് 1971 ആ ഒരു കാലഘട്ടത്തിൽ റസാക്കർ അവരുടെ ആ ഒരു നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഹിന്ദു ജനോസൈഡ്, അങ്ങനെ തന്നെ നമ്മൾ വിളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെയൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആ നീക്കത്തെ അത് വേറെ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം കാർട്ടൂണുകളാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അവലംബിച്ചിരിക്കുന്നത്, ഇതിനെ വിമർശിക്കുന്ന ആളുകൾ. അങ്ങനെ കാർട്ടൂണുകളൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല കാർട്ടൂണുകളും മുഹമ്മദ് നബിയെ കുറിച്ച് വരച്ചു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടി വരും, അത് വെറുതെ പറയിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാർട്ടൂണൊക്കെ അവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് പറയാനുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ തിരിച്ചുള്ള കാർട്ടൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എഴുത്തുകൾ വെച്ചിട്ടോ വരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു കെൽപ്പ്, അത് സ്വീകരിക്കാനുള്ള കെൽപ്പും ഒരു ക്ഷമയും നിങ്ങൾ കാണിക്കണം. അതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. അതല്ലാതെ ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഇതേപോലെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിച്ച് ഇതിന് വെകളി കൂട്ടുന്നതിന് ജനാധിപത്യം എന്ന് പറയില്ല. അതിന് അസഹിഷ്ണുത എന്ന് തന്നെയാണ് നമ്മൾ പറയാ. അതിന് നിങ്ങളുടെ നിലവാരമില്ലായ്മ എന്ന് തന്നെയാണ് പറയാ. ഇനി അടുത്ത കാര്യം ഇതിൽ പറയാനുള്ളത്, ഒന്ന് സമാധാനിക്കും. അസ്സബ്റു നിസ്മുൽ ഈമാൻ, ഒരു 10 തവണ ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി പറയാനുള്ളത് ഇവിടുത്തെ ഈ ഒരു വിഷയത്തില് അവിടെ നമ്മൾ പറയുന്ന ഈ മൗദൂദിയുടെ കാര്യം പറയുമ്പോൾ
ആയിക്കോട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കും. നേരത്തെ എഴുന്നേറ്റ് പോകല്ലേ? ചെകുത്താൻ വേദം ഓതും. ഓക്കെ, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. നിങ്ങൾ കേൾക്കും. ഓക്കെ, ചെകുത്താനെ നിങ്ങൾ വണ്ടി പ്ലെയിൻ പിടിച്ചു പോയിട്ട് കല്ലെറിയുന്ന ആൾക്കാരല്ലേ, ഇത്ര ചെലവല്ലേ, അപ്പൊ കുറച്ച് ചെലവുണ്ടാവും. അപ്പൊ സമാധാനമായിട്ടിരി പറയുന്നത് കേൾക്കും. അപ്പൊ ഇവിടെ പറയാനുള്ളത് ഇനി ഈ മൗദൂദി പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. പക്ഷെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗദൂദി എന്താ പറഞ്ഞത് നിങ്ങൾ വരികളിലൂടെ ഒന്നുകൂടി നോക്കൂ. ഇപ്പോ നിങ്ങൾ ഈ പാകിസ്ഥാനുമായിട്ട് പോകുമ്പോ അതൊരു ലെസർ ഗോളാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞ സാധനത്തെയാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ട് മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരാണെന്ന് പറയുന്നത്. മൗദൂദി പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് എതിരായിരുന്നു, ശരിയാണ്. പക്ഷെ മൗദൂദി എന്താ ബാക്കി പറഞ്ഞത്? നമുക്ക് പാകിസ്ഥാൻ മാത്രം പോരാ, ഇന്ത്യ മൊത്തം നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് പറഞ്ഞതിനെയാണ് ഇദ്ദേഹം ഇവിടെ എന്താണ് നമ്മളിപ്പോ ഗ്ലാസ് ഇസ് ഹാഫ് എംപ്റ്റി ഹാഫ് ഫുൾ എന്ന് പറയുന്ന പോലെ പുള്ളി അതിനെ ഉൾട്ട ആക്കിയിട്ട് പറയാണ്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ത്യ മൊത്തം ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളെയാണ് ഇവിടെ വെള്ളപൂശിയത്. ഇതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ തനി കൊണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം ഇവിടെ പറയുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അതിന്റെ വക്താക്കളായിട്ടുള്ള ആളുകളുടെ എന്താണ് മുജീബ് റഹ്മാന്റെ പ്രതിമ അടക്കം അവരുടെ ഫാദർ ഓഫ് നേഷൻ ആയിട്ടുള്ള മുജീബ് റഹ്മാനെ വരെ അവമതിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇന്നിപ്പോൾ എത്തുന്നത് നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നമ്മളുടെ അബ്ദുള്ള, അതായത് ഇത് അവർക്കെതിരായിരുന്നു, അവരുടെ ഇച്ഛയ്ക്ക് എതിരായിരുന്നു എന്നാ പറയുന്നത്. ശരിയാണ്, അവരുടെ ഇച്ഛയ്ക്ക് എതിര് തന്നെയായിരുന്നു. അത് ആ ഇച്ഛയോടൊപ്പം നിന്ന ആളുകൾ ആരാണ്? അതായത് ഹിന്ദു കൂട്ടക്കൊല നടത്തുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള ആളുകൾ 1971 ആ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നു തള്ളുന്ന സമയത്ത്, ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സമയത്ത് അത് ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാർ ആയിട്ടുള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ള ആളുകളാണ് ഈ ഇന്ത്യയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ സീറോ അബ്ദുള്ള അടക്കമുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. അതിന്റെ വക്താക്കൾ ഇവിടെ ഇവിടെ തന്നെയല്ലേ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം ഇവിടെ നിങ്ങൾ പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടുള്ള മീഡിയ വൺ അടക്കം മാധ്യമടക്കമുള്ള ചാനൽ അടക്കം അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ ഉൾപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പും നിങ്ങളുടെ ഈ മുതലക്കണ്ണീരും അതൊക്കെ കൈവെക്കുക. നിങ്ങൾ ഈ തരത്തിൽ ചരിത്രത്തിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നും വഴിവെച്ചിട്ടുള്ള, കലാപം ഉണ്ടാക്കുന്നതിന് എന്നും വഴിമരുന്നിട്ടിട്ടുള്ള, അതിന്റെ വെടിമരുന്നുമായിട്ട് നടന്നിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ മൗദൂദിയെ പോലും വെളുപ്പിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല. നമ്മൾ പറയാനുള്ളത് പറയും. നിങ്ങൾക്ക് താങ്ങില്ല എന്ന് നമുക്കറിയാം. നിങ്ങൾ നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേതാവായിരുന്നു എന്നല്ല പറയുന്നത്, അതിന്റെ വക്താക്കളായിരുന്നു നിങ്ങളുടെ മുന്നേ ഉള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളായിരുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കളവല്ല. നിങ്ങളെ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അന്നെടുത്ത കൈക്കൊണ്ട നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അതിന്റെ വക്താക്കളാണ് നിങ്ങളൊക്കെ. അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ മീഡിയ വണ്ണ്, മുക്കാൽ മീഡിയ അടക്കമുള്ള സാധനങ്ങൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൈ കഴുകാൻ കഴിയില്ല. അതൊക്കെ നിങ്ങൾ വേറെ വല്ല സ്ഥലത്തും പോയി പറഞ്ഞാൽ മതി എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഈ നന്ദികേട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇന്ത്യ എപ്പോഴും ഇതുപോലുള്ള സംഗതികളിൽ ഇടപെടണം, അതിൽ നമ്മൾ കാര്യങ്ങൾ പറയണം. പക്ഷെ ഇവിടെ ഈ വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിക്കാനും അവിടെ ബംഗ്ലാദേശിൽ നടന്നിട്ടുള്ള വിഷയത്തെ വെളുപ്പിക്കാനും അന്ന് നടന്ന ഹിന്ദു കൂട്ടക്കൊല ഇല്ല എന്ന് പറഞ്ഞു വെക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല. ഇവിടെ ചരിത്രം നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, ചരിത്രം അറിയുന്ന ബാക്കി ആളുകൾ ഇവിടെ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കണം. നല്ലതാണ് മിസ്റ്റർ സീറോ അബ്ദുള്ള. പ്ലീസ് ആരിഫ് ഹുസൈൻ ഒന്ന് ശ്രദ്ധിക്കുക. അത്തരം പരാമർശങ്ങൾ വേണ്ട. ശ്രീ ഒ അബ്ദുള്ള, ആദ്യം ഇങ്ങനെ മിതവാദത്തിലൂടെ ഇങ്ങനെ പതുക്കെ പോയി ഇപ്പോ ഒ അബ്ദുള്ളയിലെ തീവ്രവാദി പൊടുന്നനെ അങ്ങ് ചാടിയിരിക്കുകയാണ്. അല്ല, അദ്ദേഹം പറയട്ടെ. താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പൂർത്തിയായല്ലോ. താങ്കൾ ഇനി അവിടെ ഇരുന്ന് കള്ളം പറയാതെ ദയവ് ചെയ്ത് പ്ലീസ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുന്നത് കേൾക്കൂ. ഞാൻ ചർച്ചയ്ക്ക് തയ്യാറില്ല. ആരിഫ് ഹുസൈൻ ഒരു കാര്യം ചെയ്യാം, നാളെ മുതൽ BBC-യുടെ റിപ്പോർട്ടറെ കൊണ്ട് ഇരുത്താം സംവാദത്തിൽ. ഞാനൊരു അബ്ദുള്ള പോകുന്നതിന് മുന്നേ ദയവായിട്ട് എന്തായാലും അബ്ദുള്ള പറഞ്ഞത് പ്രകാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഒരാൾ പോലും മരിച്ചിട്ടില്ല. അവിടെ മരിച്ച ഹിന്ദുക്കളുടെ എണ്ണം 0 ആണ് എന്ന് പറഞ്ഞതുകൊണ്ട്, 0 എന്ന് പറഞ്ഞാൽ 0 ആയതുകൊണ്ട് ഞാൻ ഇനി മുതൽ സീറോ അബ്ദുള്ള എന്ന് തന്നെ ഞാൻ വിളിക്കുകയുള്ളൂ. അദ്ദേഹം ആ 0 അല്ല, അവിടെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന അന്ന് ഞാൻ അബ്ദുള്ള എന്ന് വിളിക്കും. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരെയാണ്. അദ്ദേഹം BBC പഠിച്ച് വലിയ കുട്ടിയാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോട്ടെ,
ഏതായാലും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ മിതമായിട്ട് തുടങ്ങി ഇതുപോലെ തീവ്രമായിട്ട് വരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കാണ്. എനിക്കതില്ല. കാരണം ഈ തക്കിയ കണ്ടു തന്നെയാണ് നമ്മൾ ഇതൊക്കെ ശീലിച്ചത്, മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. അതായത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ മതേതരവാദിയാകും, ജനാധിപത്യവാദിയും, വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളും, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളും, എല്ലാം അവിടെ നിലകൊള്ളും. അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തെത്തിയാൽ അവിടെ പിന്നെ ജനാധിപത്യം വേണ്ട, അവിടെ പിന്നെ മതേതരത്വം വേണ്ട, അവിടെ പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം വേണ്ട, അവിടെ ഇസ്ലാമിക നിയമം മതി, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പകരം ഇസ്ലാമിക നിയമം മതി, നിങ്ങൾക്ക് മതം വിട്ടവനെ കൊല്ലാം എന്നുള്ളതടക്കമുള്ള നിയമങ്ങൾ തുടരും. ഇവിടെ നമ്മളിവിടെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അവിടെ ഇതേപോലെ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെയും വലിച്ചഴക്കുന്നത് ആരാണ്? ഞാനല്ലല്ലോ. ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് മറുപടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് നമ്മളെപ്പോഴും പറയുള്ളൂ. ഇവിടെ ഇതൊന്നും പരാമർശിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ പച്ചയായിട്ട് മൗദൂദിയെ കൊണ്ടുവരുന്നു, മൗദൂദിയെ കൊണ്ടുവന്ന് അതിനെ വെളുപ്പിക്കാൻ നോക്കുന്നു. ആ രീതിയിൽ മൗദൂദി ഇങ്ങനെ പാകിസ്ഥാൻ എതിരാണ് എന്നൊക്കെ പറഞ്ഞു വെച്ച് ഇതേപോലെ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മൗദൂദി ഉദ്ദേശിച്ചത്. മൗദൂദി പാകിസ്ഥാൻ എതിരായി നിന്നതിന്റെ കുറച്ചും കൂടി കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൗദൂദി പറഞ്ഞത് ഒന്ന്, നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല, ഇസ്ലാമിൽ രാജ്യ അതിർത്തി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അതേസമയം നിങ്ങൾ നിൽക്കുന്ന ഇടം ഏതാണോ അത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ രീതി എന്ന് പറഞ്ഞാണ് മൗദൂദി മാറി നിന്നത്. ഒന്നത്. രണ്ടാമത്തേത്, മൗദൂദി പറഞ്ഞു ഇങ്ങനെ ഒരു പാകിസ്ഥാനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തന്നെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വരുന്ന ഒരു പാകിസ്ഥാൻ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇസ്ലാമിക രാജ്യമാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പാകിസ്ഥാനോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു നിന്നു. എന്നിട്ട് പിന്നെ അവസാനം പാർട്ടീഷൻ വന്നു കഴിഞ്ഞപ്പോ അവിടെ പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണമാക്കാൻ, അതായത് ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചരട് വലികൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന മൗദൂദി. ഈ മൗദൂദിയാണ് ഇവിടെ വെളുപ്പിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇപ്പുറത്ത് ഹിന്ദുക്കളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോ അതിന് ഒത്താശ ചെയ്ത ആളുകളാണ് ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ വക്താവാണ് ഇവിടെ ഇരുന്ന് തള്ളുന്നത് എന്ന് നമുക്ക് അറിയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവുമായിരിക്കും. നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഇത് പണ്ട് എങ്ങനെയാണ്, ഇവരുടെ വാല് ചൂട് തന്നെയാണ് ഇരിക്കുന്നത്. ഇവരുടെ വാല് നിങ്ങൾ എത്ര കുഴലിൽ ഇട്ടാലും അത് നിവരില്ല. കാരണം അത് അൽ വാലാണ്, അത് അൽ കുഴലിൽ ഇട്ടാൽ മാത്രമേ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് നിവരാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ തക്കിയ നിങ്ങൾ മനസ്സിലാക്കി, ഈ ലോകം തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തികളെ ഇവരെത്ര മതേതരവാദികളാണെന്ന് പറഞ്ഞാലും ലോകം ഇവരെ സമ്മതിക്കാത്തത്, ഇവരെ ആ രീതിയിൽ കാണാൻ ഇവർക്ക് സാധിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം ഈ തക്കിയാണ് എപ്പോഴും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ അസഹിഷ്ണുത ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ രീതി. നിങ്ങൾക്ക് എതിരഭിപ്രായം പറഞ്ഞ ആളുകളെ കൊന്നു തള്ളിയിട്ടുള്ള ചരിത്രം മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് ഇതേപോലെ ഇരുന്ന് പിടിപെടുത്തോണ്ടിരിക്കും. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് സീറോ അബ്ദുള്ളയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു പരിപാടി പോകുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നോക്കിയാലും അത് ഈ ഇന്ത്യയിൽ ഇനി നടക്കില്ല. കാരണം അത് ഇവിടെ വെളിച്ചത്ത് വന്നു കഴിഞ്ഞു എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത്. നിങ്ങളോട് പറഞ്ഞല്ലോ ബംഗ്ലാദേശിൽ ഇടപെട്ടത് ഇലക്ഷൻ, അതിനെ കുറിച്ച് ഇവിടെ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് അതിന്റെ സംഗതി? നിങ്ങൾ അല്പമെങ്കിലും ചരിത്രം, അല്പമെങ്കിലും അതിന്റെ പിന്നാമ്പറം ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ വിഡ്ഢിത്തരം ഇവിടെ വിളമ്പുമായിരുന്നോ? ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിന് ഇറങ്ങിയത് എന്നുള്ളത് ഒരിക്കൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി വീണ്ടും ആവർത്തിക്കണോ? അതാ നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പോ അതിലൊരു സമാധാനം, അത് ഇന്ദിരാഗാന്ധി ആയി എന്നുള്ളതാണ്. അത് എങ്ങാനും ഏതെങ്കിലും ഒരു BJP കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അത് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ പറയാ. അത് എലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നുണ പറഞ്ഞെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇന്ദിരാഗാന്ധി ആയതുകൊണ്ടും അത് കോൺഗ്രസ്സുകാരി ആയതുകൊണ്ടും അത് BJP കാരനായിരുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് BJP കാർ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയുന്നത് കണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ കണ്ടു, അതായത് നമ്മളുടെ പുതിയ വയനാട്ടിൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുള്ള, സീറോ അബ്ദുള്ള, പ്ലീസ് നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഒന്ന് കേൾക്കുക. അസബ്രിൻ ഇസ്മായിലികളെ പോലെ ശബ്ദം ഒന്ന് ഞാൻ പറഞ്ഞത് നമ്മളുടെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? ഇന്ത്യ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയാൽ പ്രശ്നം, ഹിന്ദുക്കൾക്ക് വേണ്ടി മിണ്ടിയില്ലെങ്കിൽ പ്രശ്നം. ഇതെന്ത് കൂത്താണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് എവിടുത്തെ ന്യായമാണ്?
നമ്മൾ പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടെന്നല്ല, മനുഷ്യർക്ക് വേണ്ടിയിട്ട് മിണ്ടണം. അത് മിണ്ടുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ മിണ്ടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ കാരണം? അവിടെ ജമാഅത്ത് ഇസ്ലാമി അവിടെയും നിങ്ങൾ നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ പരിപാടി, ഈ തക്കിയ പരിപാടി, ഈ അറ്റംചെത്തിയ പരിപാടി അത് നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ കയ്യിലുള്ളത് ആ കൂടി കുറെ നുണകളാണ്. ഇസ്ലാം നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇസ്ലാം എന്ന് താങ്കളാണ് ഈ പാനലിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി. താങ്കളാണ് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടത്. ഇങ്ങനെ കലവില കൂട്ടാതെ. മോശമല്ലേ ഇത്? കാണുന്നവർ എത്ര പ്രേക്ഷകരാണെന്ന് അറിയോ? താങ്കൾ ആ യൂട്യൂബ് ഒന്ന് എടുത്ത് നോക്കിയേ, അതിനടിയിൽ വരുന്ന കമന്റ് ഒന്ന് വായിച്ചേ. താങ്കൾ ആ യൂട്യൂബിൽ വരുന്ന കമന്റുകളൊന്നും എടുത്ത് വായിച്ചു നോക്കിയേ. ഒരു മര്യാദ കാണിക്കുക, അല്പമെങ്കിലും മര്യാദ കാണിക്ക്. ഇടപെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? താങ്കളോട് മര്യാദ കാട്ടൂല. താങ്കൾ ആങ്കറാണ്. താങ്കൾ ആങ്കർ ആണെങ്കിൽ താങ്കളുടെ പ്രായം വെച്ചാണ് ഞാൻ ആ ബഹുമാനവും ആദരവും തരുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇറക്കി വിട്ടിട്ടുണ്ടാവുമായിരുന്നു. പ്ലീസ് ദയവ് ചെയ്ത് സഹകരിക്കുക, ഇങ്ങനെ ബഹളം വെക്കാതെ. ഇത് കാണുന്ന നിരവധി പ്രേക്ഷകരുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കുക. അബ്ദുള്ള സഹകരിക്കുക പ്ലീസ്. വരാം ഇടവേളയ്ക്ക് ശേഷം. ഞാൻ മതിയാക്കി എനിക്ക് ഇനിയാവില്ല. അതാണ് നല്ലത്. അബ്ദുള്ളക്ക് പോകാം. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞങ്ങളുടെ ക്യാമറ ക്രൂവിനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? താങ്കൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തുറന്ന് പറയുക. പങ്കെടുക്കാമെന്ന് സംബന്ധിച്ചുകൊണ്ടാണല്ലോ ക്യാമറ അയച്ചത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.